സ്നേഹപൂർവ്വം ഷാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വരണും രാധികയും നാളത്തെ യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് പുറപ്പെടാൻ തുടങ്ങുവാണ്. അങ്ങനെ മുത്തശ്ശി അവരോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങുവാണ് കേട്ടോ. ഈ സമയം മുത്തശ്ശിയാണെങ്കിൽ ഭഗവാനോട് പറയണേ, ഭഗവാനെ എൻ്റെ മക്കളുടെ യാത്ര മംഗളമാക്കി കൊടുക്കണേ. ഈ സമയം ഇതെല്ലാം മറഞ്ഞു നിന്ന് പ്രിയങ്ക കേൾക്കുന്നുണ്ടാവും. അതെല്ലാം കേട്ട് ആകെ ഭ്രാന്തളകി കൊണ്ട് നിൽക്കുവാണ് കേട്ടോ പ്രിയങ്ക അങ്ങനെ വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങി ഫോണെടുത്ത് മുത്തശ്ശിയെ ഫോണിൽ വിളിക്കുവാണ്. അങ്ങനെ സുകുമാരിയമ്മ കോൾ അറ്റൻഡ് ചെയ്യുക. എന്താ മോളെ, എന്തൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ? അന്നേരം പ്രിയങ്ക പറയണേ, മുത്തശ്ശി എനിക്കിനി ഇവിടെ ഒരു നിമിഷം പോലും നിൽക്കാൻ വയ്യ, ഞാൻ ഉടനെ തന്നെ അങ്ങോട്ടേക്ക് വരാൻ പോകുക. എന്താ, എന്ത് പറ്റി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇനി ഞാൻ ഇവിടെ നിന്നിട്ട് എന്ത് കാര്യമുണ്ട് മുത്തശ്ശി? അവരുണ്ടല്ലോ, അവരുടെയും രാധികയും അവർ നാളെ ടൂറിന് പോകുവാണ്. ഇപ്പോൾ അതാ രണ്ടാളും കൂടി അതിൻ്റെ പർച്ചേസിന് പോയിരിക്കുവാണ്. അന്നേരം മുത്തശ്ശി പറയണേ, അവർ കുറച്ച് ദിവസം മാറി നിൽക്കുവാണെങ്കിൽ നിൽക്കട്ടെ, നീ ആ സമയം കൊണ്ട് പത്മിനിനെയും കൽപ്പനേനെയൊക്കെ നിൻ്റെ വശത്താക്കാൻ നോക്ക്. അന്നേരം പ്രിയങ്ക പറയണേ, അവരവിടെ സുഖിക്കാൻ വിട്ടിട്ട് ഞാനിവിടെ മറ്റെന്ത് കാണിച്ചിട്ടും എനിക്കെന്ത് പ്രയോജനമുള്ളത്? വാരണിപ്പോൾ അവളെ കൂട്ടി ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുമോയെന്ന് തന്നെ ആർക്കുറപ്പുണ്ട്? മറ്റൊരു ശല്യങ്ങളും ഇല്ലാതെ പുറത്ത് തന്നെ താമസിക്കാമെന്ന് അവരങ്ങ് തീരുമാനിച്ചാലോ? പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വന്നില്ലെങ്കിലോ? അപ്പം ഞാനല്ലേ മണ്ടിയാവുന്നത്? വരുൺ പറഞ്ഞ ആ രാധിക പിന്നെ അതിനും മടിക്കില്ല. അന്നേരം മുത്തശ്ശി പറയണേ, നീ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, അത് ശരിയാണ്, അങ്ങനൊരു കാര്യവും കൂടി ഉണ്ടല്ലോ. തൽക്കാലം വരുണും രാധികയും കണിമംഗലം വിട്ട് എങ്ങോട്ടും പോകാൻ പാടില്ല, അവരുടെ യാത്ര മുടക്കണം, അതല്ലേ വേണ്ടത്? അതെ, എങ്ങനെയെങ്കിലും ഈ യാത്ര എനിക്ക് മുടക്കിയേ പറ്റൂ. നീ ആ കാര്യം ഓർത്ത് ടെൻഷൻ ആവണ്ട, അതിനുള്ള ഒരു പണി എൻ്റെ കയ്യിലുണ്ട്. ഇന്ന് രാത്രി ഞാൻ കണിമംഗലത്തേക്ക് വരാം, പേടിക്കണ്ട, ആരും അറിയാതെയാണ് ഞാൻ വരാൻ പോകുന്നത്. എന്നിട്ട് നിൻ്റെ കയ്യിലൊരു സൂത്രം തരാം, അത് വെച്ച് നമുക്ക് വരുണിൻ്റെ രാധികയുടെ നാളത്തെ യാത്ര മുടക്കാം. നാളെ അവർ ഒരിടത്തേക്കും പോകില്ല, ഈ മുത്തശ്ശി പറയുന്നത് പോലെ നീ അനുസരിച്ചാൽ. അന്നേരം പ്രിയങ്ക ചോദിക്കണേ, എന്താ മുത്തശ്ശി പറഞ്ഞു വരുന്നത്? അവസാനം എനിക്കവിടെ നിന്ന് ഇറങ്ങാൻ പറ്റിയില്ല, ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞ് കൈമലർത്തിയാലുണ്ടല്ലോ. അന്നേരം സുകുമാരി പറയണേന്, എടി മോളെ, നാടോടികളുടെ കയ്യിൽ നിന്ന് നിന്നെ രക്ഷിച്ച് ഞാൻ ആശുപത്രിയിൽ എത്തിക്കും എന്ന് പറഞ്ഞു. അവിടെ എത്തിച്ചു, പിന്നീട് ആറ്റുവാശ്ശേരിയിലും ഇപ്പോൾ കണിമംഗലത്തും എത്തിച്ചു. ഇപ്പം നീ കണിമംഗലത്തെ നടുക്കളത്തിൽ നിന്നല്ല എന്നോട് സംസാരിക്കുന്നത്. ഇത്രയൊക്കെ ചെയ്യാൻ പറ്റിയ മുത്തശ്ശിക്ക് നിനക്ക് വേണ്ടി ഈ ഒരു കാര്യം കൂടി ചെയ്യാൻ പറ്റില്ലെന്നാണോ നീ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ശത്രുവിനെ നീ കാണിച്ചെന്നാൽ മതി, അവരെങ്ങനെ ഉന്മൂലനം ചെയ്യണമെന്നുള്ള കാര്യം എനിക്കറിയാം. ഞാനെന്നൊരു സൂത്രമായിട്ട് വരും, നീ അത് വെച്ചൊരു കർമ്മം ചെയ്യണം, അതോടെ രാധികയുടെ വരുണിൻ്റെ യാത്ര മുടങ്ങും. അന്നേരം പ്രിയങ്ക വരണേ, മുത്തശ്ശി പൂജയും കർമ്മവും ഒന്നും വേണ്ട, അല്ലാതെ തന്നെ അവരുടെ യാത്ര മുടക്കാനുള്ള എന്തെങ്കിലും പ്ലാൻ മുത്തശ്ശിയുടെ കയ്യിലുണ്ടോ? എടി, കർമ്മം എന്ന് പറഞ്ഞാൽ പൂജ ചെയ്യണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. നീ നിൻ്റെ കർമ്മം ചെയ്യുക, അതിൻ്റെ ഫലം അടുത്ത ദിവസം നിനക്ക് കാണാൻ പറ്റും. ബാക്കിയെല്ലാം നേരിട്ട് കാണുമ്പോൾ പറയാം. ഈ മുത്തശ്ശിയെ നിനക്ക് വിശ്വാസമില്ലേ? നീ ധൈര്യമായിട്ടിരിക്കുക. രാധികയും വരുണും കണിമംഗലം വിട്ട് എങ്ങോട്ടും പോകില്ല, അവരുടെ നാളത്തെ യാത്ര ഞാൻ മുടക്കി തരും. അങ്ങനെ പറഞ്ഞ് മുത്തശ്ശി ഫോൺ കട്ട് ചെയ്യുവാണ്. പിന്നീട് കാണിക്കുന്നത് വരുണും രാധികയും പർച്ചേസൊക്കെ കഴിഞ്ഞ് കാറിൻ്റെ അരികിലേക്ക് നടന്നു വരുക. അന്നേരം രാധിക പറയണേ, വരുൺ എല്ലാം ആയിട്ടുണ്ടല്ലോ അല്ലേ? വരുണാണല്ലോ യാത്രയൊക്കെ പോയി നല്ല എക്സ്പീരിയൻസ് ഉള്ളത്, അതുകൊണ്ടാണ് ഞാൻ പിന്നെ അവിടെ വന്നിട്ടൊന്നും പറയാതിരുന്നത്. എനിക്ക് പിന്നെ നമ്മുടെ ഇവിടുത്തെ അമ്പലം മാത്രമല്ലേ അറിയുള്ളൂ. അന്നേരം വരുൺ പറഞ്ഞേ, ഈ ഒരു യാത്ര കഴിയട്ടെ, ഇതുപോലെ 1-2 യാത്രയൊക്കെ കഴിയുമ്പോൾ താനും ഇതിലേക്ക് എക്സ്പേർട്ട് ആവും. ഇതുപോലെ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് മേടിക്കാൻ തന്നെ പ്രാപ്തിയാക്കും ഞാൻ. ഇനി നമുക്ക് ഒരു മെഡിക്കൽ ഷോപ്പിലും കൂടി കയറണം, കുറച്ച് അത്യാവശ്യം വേണ്ട കുറച്ച് മെഡിസിൻസൊക്കെ കൂടി വാങ്ങണം. മെഡിസിൻസോ? അതെന്തിനാ? നമുക്കതിനിപ്പോൾ അസുഖമൊന്നുമില്ലല്ലോ. എടി മണ്ടൂസൻ, നമ്മളൊരു യാത്രയ്ക്ക് ഇറങ്ങുമ്പോൾ കുറച്ച് കരുതലൊക്കെ എടുക്കണ്ടേ? അസുഖം ഉണ്ടോ ഇല്ലയോ എന്നല്ല നോക്കേണ്ടത്. പെട്ടെന്നൊരു അസുഖം വന്നാൽ ആവശ്യമായ മെഡിസിൻസിന് വേണ്ടി പിന്നെ അലയാൻ നിൽക്കണ്ടല്ലോ. നമ്മളിപ്പോൾ തണുപ്പുള്ള സ്ഥലത്തോ അല്ലെങ്കിൽ ക്ലൈമറ്റ് പിടിക്കാത്ത ഏതെങ്കിലും സ്ഥലത്തേക്കോ പോകുന്നതെങ്കിൽ ഒരു മുൻകരുതൽ നല്ലതല്ലേ? അന്നേരം രാധിക ചോദിക്കണേ, അല്ല അപ്പോൾ ഈ അടുത്ത കാലത്തൊന്നും കണിമംഗലത്തേക്ക് തിരിച്ചു വരുന്നില്ലേ? ഇല്ലയെന്ന് തന്നെയാണ് എൻ്റെ തീരുമാനം. ചിലപ്പോൾ ജീവിതാവസാനം വരെ അവിടെ എവിടെയെങ്കിലും തന്നെ താമസിച്ചാലോ എന്നും ഞാൻ ആലോചിക്കുന്നുണ്ട്. അയ്യോ എന്നും പറഞ്ഞ് രാധിക നിൽക്കുക. അന്നേരം പറയണേ, ഇടി പൊട്ടിക്കാളി, അങ്ങനെ അച്ഛനും അമ്മയും മുത്തശ്ശിയൊക്കെ വിട്ട് നമുക്ക് അധികം നാൾ മാറി നിൽക്കാൻ പറ്റുമോ? ഇത് കുറച്ച് നാൾ മൈൻഡ് ഒന്ന് റിഫ്രഷ് ആകുന്നത് വരെ മാത്രമുള്ളൊരു യാത്രയാണ്. താൻ വന്ന് വണ്ടി കയറും. അങ്ങനെ വരുടൻ രാധികയും കാറോടിച്ച് പോകുവാണ് കേട്ടോ. പെട്ടെന്ന് അവരങ്ങനെ മുമ്പോട്ട് പോകുമ്പോഴായിരിക്കും ഒരു കണ്ണു കാണാത്ത ആൾ റോഡ് ക്രോസ് ചെയ്യാൻ അവിടെ നിന്ന് വിഷമിക്കുന്നത് രാധിക കാണുന്നത്. രാധിക വരുണോട് പറയണേ, വരും ദേ അവിടെ ഒരു കണ്ണു കാണാത്ത ആളെ റോഡ് ക്രോസ് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നും കണ്ടില്ലേ? വരുൺ അയാളുടെ അടുത്ത് കൊണ്ടുവന്ന് വണ്ടി നിർത്ത്, നമുക്ക് അയാളൊന്ന് സഹായിക്കാം. ശരി എന്നും പറഞ്ഞ് വരുൺ കുറച്ചങ്ങ് മാറ്റി വണ്ടി നിർത്തുവാണ്. അങ്ങനെ രാധിക കാർ തുറന്ന് അയാളുടെ അരികിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴായിരിക്കും കേട്ടോ ബെഞ്ചമിൻ അവിടെ എത്തുന്നത്. ബെഞ്ചമിൻ അങ്ങനെ ആ ബ്ലൈൻഡ് ആയിട്ടുള്ള ആളെ റോഡ് ക്രോസ് ചെയ്യാൻ സഹായിക്കുകയും അയാളോട് നല്ല രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം രാധിക വരുണും കാണുക. വരുൺ, ഇതേ നോക്കിക്കേ, ഇത് എന്നെ അന്നാ രക്ഷിച്ച ആളല്ലേ? അയാൾ തന്നെ. അങ്ങനെ അയാൾ അവിടെ നിന്ന് പോകുന്നത്
അവർ കാണുവാണ്. അന്നേരം രാധിക പറയണേ, നമുക്ക് അയാളോടൊന്ന് ചെന്ന് സംസാരിച്ചാലോ? ഇത്ര നല്ല കാര്യം ചെയ്ത ആളല്ലേ, നമുക്കൊന്നും രണ്ട് നല്ല വാക്ക് പറഞ്ഞാലോ? തൽക്കാലം ഒന്നും വേണ്ട. ചിലപ്പോൾ ഇതുപോലുള്ള ചെറിയ കാര്യങ്ങൾക്ക് പ്രശംസയൊന്നും ഇഷ്ടമല്ലാത്ത ആളാണെങ്കിലും. അതുമാത്രമല്ല, നമുക്ക് പോയിട്ട് വേറെ കുറേ കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അങ്ങനെ പറഞ്ഞ് വരനും രാധികയും അവിടെ നിന്നും പോകുവാണ്. ഈ സമയം ബെഞ്ചമിൻ കാറിൽ കയറി ഇരിക്കുമായിരിക്കും. എന്നിട്ട് റോഡ് ക്രോസ് ചെയ്യാൻ വിട്ട ആളുണ്ടല്ലോ, അയാളെയും കൂടി കാറിലേക്ക് കയറ്റുന്നുണ്ട്. സത്യത്തിൽ അയാൾ ബ്ലൈൻഡ് ഒന്നും അല്ല കേട്ടോ, ബെഞ്ചമിൻ ഏർപ്പാട് ചെയ്ത ആളാണ്. അന്നേരം ബെഞ്ചമിൻ പറയണേ, എന്താണെങ്കിലും ഇയാളുടെ ആക്ടിങ് സൂപ്പറായിട്ടുണ്ട്, നല്ല ഒറിജിനാലിറ്റി ഉണ്ടായിരുന്നു, അവർ വിശ്വസിച്ചിട്ടുണ്ട്. ഈ സമയം അയാൾ ചോദിക്കുക, അല്ല ബെഞ്ചമിൻ സാറേ, സാർ എന്തിനാ അവരുടെ മുമ്പിൽ എങ്ങനെയൊക്കെ അഭിനയിക്കുന്നത്? അവരെ രണ്ടാളെയും സാറിന് കൊല്ലാനുള്ളതല്ലേ, അപ്പോൾ ഡയറക്റ്റായിട്ട് ചെന്ന് അങ്ങ് കൊന്നാൽ പോരെ? അന്നേരം ബെഞ്ചമിൻ പറയണേ, വരനും രാധികയും കൊല്ലാൻ എനിക്ക് നിഷ്പ്രയാസം സാധിക്കും, പക്ഷേ അങ്ങനെ അവരെ ഇല്ലാതാക്കുകയല്ല വേണ്ടത്. രാധിക മരിച്ചു കഴിഞ്ഞാൽ മനസ്സ് തകർന്നവരും എൻ്റെ ഈ തോളത്ത് ചാഞ്ഞു കിടന്നു വേണം കരഞ്ഞ് വിഷമം തീർക്കാൻ. അങ്ങനെ അവൻ്റെ ഒരേ ആശ്രയം ഞാനായിട്ട് മാറണം. ആ രീതിക്ക് അവൻ്റെ ഒരു വിശ്വസ്തത എനിക്ക് നേടിയെടുക്കണം. അതിനുവേണ്ടിയാണ് എൻ്റെ ഈ കളികളൊക്കെ. പിന്നീട് അവൻ്റെ കൂടെ നിന്ന് അവനെ ഇല്ലാതാക്കി ആ കുടുംബത്തിലെ സ്വത്ത് മുഴുവൻ കൈക്കലാക്കണം. എനിക്ക് ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ച് വ്യക്തമായൊരു പ്ലാനുണ്ട്. ആ പ്ലാൻ അനുസരിച്ച് തന്നെയാണ് ഞാൻ മുമ്പോട്ട് പോകുന്നതും. പിന്നീട് കാണിക്കുന്നത് രാത്രി കടമക്കടുത്തെത്തുന്ന മുത്തശ്ശിനെയാണ് കേട്ടോ. മുത്തശ്ശി അങ്ങനെ അവിടെ എത്തിയതിനു ശേഷം പ്രിയങ്കനെ ഫോണിൽ വിളിക്കുക. മോളെ, ഞാൻ ദാ ഇവിടെ മുറ്റത്തെത്തിയിട്ടുണ്ട്, ഞാൻ കുറച്ചങ്ങോട്ട് നീങ്ങി മറഞ്ഞു നിൽക്കാം, നീ വേഗം പുറത്തേക്ക് വാ. ശരി മുത്തശ്ശി, ഞാനിപ്പോൾ വരാം. അങ്ങനെ പറഞ്ഞ പ്രിയങ്ക പതിയെ എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശിയുടെ അരികിലേക്ക് ഓടിയെത്തുക പ്രിയങ്ക. മുത്തശ്ശി, എന്താ പ്ലാൻ? അന്നേരം മുത്തശ്ശി ഒരു ചെറിയ കുപ്പി എടുത്ത് പ്രിയങ്കയ്ക്ക് നേരെ നീട്ടുക. ഇതേ ഒരു ഉഗ്രവിഷമാണ്, ഇത് നീ എങ്ങനെയെങ്കിലും ആ രാധികയുടെ വയറ്റിലെത്തിക്കണം. അവളത് കഴിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ അടുത്ത ദിവസം അവൾ ട്രിപ്പിനല്ല പോകാൻ പോകുന്നത്, വെള്ളം പതിപ്പിച്ച് ഈ വീടിൻ്റെ മുറ്റത്ത് തന്നെ കിടക്കുന്നത് നിനക്ക് കാണാൻ പറ്റും. നമ്മളെ കുറേ ദ്രോഹിച്ചതല്ലേ അവൾ, അവളുടെ മരണം നമുക്ക് കൺമുമ്പിക്കണ്ട് ആസ്വദിക്കണ്ടേ? അല്ല മുത്തശ്ശി, അപ്പോൾ എന്നാരെങ്കിലും സംശയിച്ചാലോ? നിന്നെ ആര് സംശയിക്കാനാ? നിനക്ക് തനക്ക് സ്ഥിരതയില്ലല്ലോ. അപ്പോൾ പിന്നെ നിന്നെ എങ്ങനെ ഇങ്ങനൊരു കാര്യത്തിൽ സംശയിക്കുന്നത്? മാത്രമല്ല, രാധികയോട് ശത്രുതയുള്ള അവൾ മരണപ്പെട്ട സംശയിക്കാൻ പാകത്തിനുള്ളവർ ഈ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. ഉർവശി, കൽപ്പന, ഗൗതം. കുറ്റം അവരുടെ ആരെങ്കിലും തലയിൽ ചെന്ന് വീണോളും. നീ മരിച്ചു എന്ന് പറഞ്ഞ് നിൻ്റെ കർമ്മങ്ങളെല്ലാം ചെയ്തവളല്ലേ അവൾ. അങ്ങനെയുള്ള അവളുടെ കർമ്മം ചെയ്യുന്നത് നമുക്ക് നമ്മുടെ കൺമുമ്പിൽ കാണണ്ടേ? വേണം മുത്തശ്ശി. അങ്ങനെയാണെങ്കിൽ നീ ഇത് എങ്ങനെയെങ്കിലും വെള്ളത്തിൽ കലയ്ക്കോ അല്ലെങ്കിൽ ഭക്ഷണത്തിൽ കലയ്ക്കോ എങ്ങനെയെങ്കിലും രാധികയുടെ ഉള്ളിൽ എത്തിക്കാൻ ശ്രമിക്കണം. പിന്നെ കാര്യങ്ങളെല്ലാം നമ്മൾ വിചാരിച്ചതുപോലെ നാളത്തെ ദിവസം രാധികയുടെ അന്ത്യകർമ്മങ്ങൾ ചെയ്തത് നമുക്ക് കണ്ടാസ്വദിക്കാം. അല്ല മോളെ, ഇപ്പോൾ എന്താ പുറകിലത്തെ പിന്നാമ്പുറത്തെ വാതിൽ തുറക്കാറില്ലേ? ഞാൻ അതുവഴി വരാമെന്നായിരുന്നു വിചാരിച്ചത്. അത് പിന്നെ ചെറിയ മിനി അതുവഴി കയറാതിരിക്കാൻ വേണ്ടി അമ്മയും മുത്തശ്ശിയൊക്കെ ചേർന്ന് പൂട്ടിയിട്ടിരിക്കുക. അതെന്തേലും ആവട്ടെ, എന്താണെങ്കിലും നീ ഇത് വേഗം ചെന്നു. മുത്തശ്ശി പറഞ്ഞതുപോലെ തന്നെ ചെയ്യണം. നാളത്തോടെ എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം തകർത്ത അവളുടെ കാര്യത്തിലൊരു തീരുമാനമാകും. ശരി മുത്തശ്ശി. അങ്ങനെ പറഞ്ഞ് മുത്തശ്ശി കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്തിട്ട് പ്രിയങ്ക അവിടെ നിന്നും പോകുവാണ്. ഈ സമയം മുത്തശ്ശി തിരിച്ചു പോകാനായിട്ട് ഗേറ്റിൻ്റെ അങ്ങോട്ടേക്ക് നടക്കുക. പെട്ടെന്നായിക്കോട്ടെ വരണിൻ്റെ രാധികയുടെയും കാറ് വരുന്നത് മുത്തശ്ശി കാണുന്നത്. അത് കാണുന്നത് സുകുമാരി അമ്മ അങ്ങോട്ടേക്കുള്ളിലേക്ക് നീങ്ങി ചെടികൾക്കിടയിൽ മറഞ്ഞു നിൽക്കുക. ഈ സമയം പെട്ടെന്നാരോ അങ്ങോട്ടേക്ക് മറഞ്ഞു നിൽക്കുന്നത് രാധികയുടെ ശ്രദ്ധയിലും പെടുക. രാധിക വരുണിനോട് പറയണേ, വരുൺ വണ്ടി നിർത്തിക്കേ, ആരോ അങ്ങോട്ടേക്ക് ഓടി മറഞ്ഞു പോകുന്നത് പോലെ തോന്നി. ശരിക്കും എനിക്ക് തോന്നിയോ? ശരിക്കും തോന്നി, ഇവിടെ ആരോ ഉണ്ട് എന്നും പറഞ്ഞ് രാധിക വരുണും അവിടെ എല്ലാം നോക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ സുകുമാരി അമ്മയെ കാണുന്നില്ല. അന്നേരം വരുൺ പറഞ്ഞേ, ചിലപ്പോൾ തനിക്ക് തോന്നിയതായിരിക്കും, എന്താണെങ്കിലും ഒരു കാര്യം ചെയ്യും, താൻ ആ ഗേറ്റ് അങ്ങ് അടച്ചേക്കും. അങ്ങനെ രാധിക ഗേറ്റ് അടച്ച് പൂട്ടിയിട്ട് താക്കോലുമായിട്ട് വരുണിൻ്റെ അരികിലേക്ക് എത്തുവാൻ. വരുൺ, എനിക്കത് സംശയമായിട്ട് തോന്നിയല്ല, ആരും അറിഞ്ഞതുപോലെ എനിക്ക് ശരിക്കും കണ്ടതാ. ഒരു നേല് ഞാൻ വ്യക്തമായിട്ട് കണ്ടതാന്നേ. എന്തേലും ആവട്ടെ, എന്താണെങ്കിലും ഇപ്പോൾ ഇവിടെ നോക്കിയിട്ട് ആരെയും കാണുന്നില്ലല്ലോ, വല്ല പൂച്ചയോ മറ്റോ ഓടിപ്പോയതായിരിക്കും. താനിങ്ങ് വാടോ എന്നും പറഞ്ഞ് രാധികയെ ബലമായിട്ട് കൂട്ടിക്കൊണ്ട് പോകുവാൻ കേട്ടോ വരുൺ. ഈ സമയം രാധികയാണെങ്കിൽ വീണ്ടും സംശയത്തോടെ ചുറ്റും നോക്കുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടാളും അകത്ത് കയറി വാതിലടക്കുവാണ്. അന്നേരം മുത്തശ്ശിയാണെങ്കിൽ തലക്ക് കൈയും കൊടുത്ത് നിൽക്കണേ. ചേടാ, ഇനിയിപ്പോൾ ഞാൻ എങ്ങനെ ഇവിടുന്ന് പുറത്തിറങ്ങും എന്നും പറഞ്ഞ് ടെൻഷനോടെ ആലോചിച്ച് നിൽക്കുവാണ് സുകുമാരി അമ്മ. അപ്പോൾ ആ ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് തീരുന്നത്. പിന്നീട് പ്രമോയിൽ കാണിക്കുന്നത് പുറത്തു നിന്ന് ഉർവശി കൽപ്പനയെ ഫോണിൽ വിളിക്കുക. അന്നേരം കൽപ്പന പറയണേ, ഞാൻ ഈ സാഹചര്യത്തിൽ എന്ത് ചെയ്യാനാണ് ചെറിയമ്മേ? അത് കേൾക്കുമ്പോൾ ഉർവശി പറയണേ, കൽപ്പനെ, ആരെന്നെ എന്തൊക്കെ പറഞ്ഞാലും നീ എന്നെ ഇങ്ങനെ തള്ളിക്കളയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഒന്നുമില്ലെങ്കിലും നമ്മൾ ഇത്രയും നാളും ഒറ്റക്കെട്ടായിട്ട് ഒരുമിച്ച് നിന്നല്ലേ ഇതെല്ലാം ചെയ്തത്. എന്നിട്ടും അവസാനം എനിക്കൊരു കഷ്ടകാലം വന്നപ്പോൾ നീ എന്നെ കഴിഞ്ഞല്ലേ? പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശി പ്രിയങ്കയുടെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. എന്നാൽ പ്രിയങ്കയാണെങ്കിൽ കോൾ വരുന്നതൊന്നും ശ്രദ്ധിക്കാത്ത കാരണം ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. പിന്നീട് കാണിക്കുന്നത് സൂര്യ രാത്രി വരുന്നത് കണ്ടിട്ട് കൽപ്പന പുറത്തേക്ക് ഇറങ്ങി നിന്ന്
ഗേറ്റൊക്കെ തുറന്നു കൊടുക്കുവാണ്. അങ്ങനെ സൂര്യയുടെ കാർ അകത്തേക്ക് കയറുവാണ്. ഈ തക്കത്തിന് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടാമെന്ന് പറഞ്ഞ് പതുങ്ങി നിൽക്കുന്ന സുകുമാരി അമ്മയാണ് പ്രമോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്